ആക്ച്വലി സോ യുവർ മൂവി ടൈറ്റിൽ ഇടയ്ക്കൊരു സബാറ്റിക്കൽ എടുത്തൊക്കെ വായിച്ചിട്ട് ദൈവകണം. അപ്പോൾ അതും ഫേമസ് ഒരു ഇപ്പൊ എനിക്കൊന്ന് ക്വിന്റ് എഴുതിയിരുന്നൊരു ഇതാണ് കളക്ടർ അറ്റ് കാൻസ് കാൻ എന്ന് പറയുന്ന ഒരു സാധനം ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവകണം അതിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഇത് പറയും ചെയ്തു, അഞ്ജലി മേനോൻ എങ്ങാണ്ട് പറഞ്ഞു ഇത് യൂട്യൂബിൽ ഇടരുത്, അങ്ങനെ ഇത് എന്റെ ഡിപ്ലോമ പോലത്തെ സാധനമാണ്, ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പടം എടുത്ത് പഠിച്ചതാണ് എന്നൊരു സംഭവം ഞാൻ വായിച്ചു. ദൈവകണം അതിനെ കുറിച്ചിട്ട് അതിന്റെ വീഡിയോ കാണാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതിന്റെ ട്രെയിലർ കണ്ടു. അതിന്റെ പാസ്റ്റ് സമയം ഫ്രീസ് ചെയ്ത് ബാക്കിലേക്ക് പോകുന്ന ഈവൻ ആ ദൈവകണം എന്ന് എഴുതിയ ടൈറ്റിൽ ഫോണ്ട് വരെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പൊ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആക്ച്വലി അത് കാനിൽ സ്ക്രീൻ ചെയ്തു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം കാൻ എന്ന് പറഞ്ഞാൽ മെക്ക ഓഫ് ഫിലിംസ് അല്ല. അപ്പോൾ ഫെസ്റ്റിവൽ കാണാൻ പറ്റുന്ന, അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്ന തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പോൾ പറഞ്ഞോട്ട് കളക്ടർഷിപ്പ് കഴിഞ്ഞ ഒരു സബാറ്റിക്കൽ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ആ ഒരു ഷോർട്ട് ഫിലിം ശരിക്കും 2 ദിവസത്തിൽ ഷൂട്ട് ചെയ്തതാണ്. 2 ദിവസം. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി നമ്മളൊന്ന് ടൈറ്റാക്കി നമ്മൾ ഒരു ഫീച്ചർ ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. 15 മിനിറ്റ് ആയിരുന്നു അല്ലേ? 17 മിനിറ്റ്. ഇതിനകത്ത് എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം അതിനകത്ത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ട്രൈ ഔട്ട് ചെയ്യേണ്ടതെല്ലാം. സിങ് സൗണ്ട് ആണ്, അതേസമയം കുറച്ച് ഭാഗം ഡബിങ് യൂസ് ചെയ്തിട്ടുണ്ട്, നൈറ്റ് ഷൂട്ട് ഉണ്ട്, ഡേ ഉണ്ട്, ചെറിയ CG ഉണ്ട്, ഡ്രോൺ ഉണ്ട്. എന്തൊക്കെയാണോ ഒരു ഫിലിം മേക്കർ ചെയ്യേണ്ടത്, അതേസമയം ഷെഡ്യൂളിങ് വാസ് സോ ടൈറ്റ്. ഈ 2 ഡേയ്സിനുള്ളിൽ എല്ലാം തീർക്കണം. എനിക്ക് ചെറിയൊരു മഴയുടെ ഒരു ഇത് കിട്ടാനുണ്ട്. ഇങ്ങനെയൊക്കെ നൈറ്റിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടും ആയിരുന്നു. ആക്ച്വലി നമ്മൾ വിചാരിക്കാതെ ഒരു 2-3 മണിക്കൂർ മഴ പെയ്തു രാത്രി. അപ്പോൾ നമ്മുടെ ഒരു തെയ്യത്തിൻ്റെ സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ട് സാധാരണ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചലഞ്ചസും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഐ നീഡ് ടു സ്ട്രെച്ച് മൈ സെൽഫ് ആൻഡ് ലേൺ. പഠിക്കുന്നതല്ലേ. അപ്പോൾ എന്നിട്ട് വേണം പ്രോപ്പർ ഇതിലേക്ക് പോകാൻ എന്നുള്ളതായിരുന്നു. ചെയ്യാൻ ഉദ്ദേശിച്ച ആ മൂവി പക്ഷെ നടന്നില്ല. അതെന്ന് വെച്ചാൽ ശേഷം വരാനുള്ള ഒറിജിനൽ. അതെ 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 അതായത് ഒടിയന് ശേഷം ഇതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പണി പഠിക്കാൻ എടുത്ത സിനിമ ഇത് ചെയ്തു, അത് കാനിലെത്തിച്ചു, അതിനൊക്കെ കിട്ടി. മെയിൻ അത് അൺഫോർച്ചുനേറ്റ്ലി കാരണം എന്താ വെച്ചാൽ 18 ഫ്ലഡ് വന്നല്ലോ. അപ്പൊ ഫ്ലഡ് വന്നപ്പം എല്ലാവരും ഡേറ്റുകളെല്ലാം തെറ്റി. നെടുമുടി വേണു ചേട്ടനായിരുന്നു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച പടത്തിലെ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ. അത് ഒരു വിരമിച്ച ഇന്ത്യൻ പ്രസിഡന്റിന്റെ ക്യാരക്ടറായിരുന്നു. അത് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയും നോക്കട്ടെ, അതുപോലെ ഒരു ക്യാരക്ടർ കിട്ടണം. വേണുചേട്ടൻ വാസ് സൂപ്പർ. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അദ്ദേഹം കുറേ സജഷൻസും ഒക്കെ പറഞ്ഞിരുന്നു. ക്യാമറ ചെയ്യാനുണ്ടായിരുന്നത് MG രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു. അദ്ദേഹവും മരിച്ചു. ഈ 2 പേരും മരിച്ചു. അപ്പോൾ അതും ഒരു കാരണമായി. ഒന്നാ ഡേറ്റ് കാരണം എല്ലാം ഷിഫ്റ്റായി. അപ്പോൾ എൻ്റെ ലീവും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് സർവീസിൽ ജോയിൻ ചെയ്ത് പിന്നെ ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞ് നമ്മളന്ന് ഷെൽവ് ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിന്നെ വേണുചേട്ടൻ പോയി, MG രാധാകൃഷ്ണൻ ചേട്ടനും പോയി. അത് പിന്നെ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനൊരു മൈൻഡ് സെറ്റിലോട്ട് ഞാൻ വന്നിട്ടില്ല. മേ ബി വിൽ ഡു ഇറ്റ് സം ഡേ. ബിക്കോസ് സ്ക്രിപ്റ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വായിച്ചവരും ഒക്കെ രസകരമായിട്ട് ഉള്ളൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ വിചാരിക്കും വലിയ പദവികളിലും വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന ആൾക്കാരുടെ ഒരു ലൈഫിനെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം റിയാലിറ്റി. ജീരിയാട്രിക് ഇഷ്യൂസും ഇതുമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യൻ്റെ മജ്ജയും മാംസവും രക്തവുമായിട്ട് മാത്രം നിൽക്കുന്ന അവസ്ഥയിലുള്ള, അതുപോലെ ജീരിയാട്രിക് ആയിട്ടുള്ള അവസ്ഥയിലുണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ്, ഇതെല്ലാം ഫാമിലിക്ക് അകത്തുണ്ടാവുന്ന ഇഷ്യൂസും. സോ ഈ ഒരു പെർസ്പെക്റ്റീവിലുള്ളൊരു സ്റ്റോറി ആണത്. സോ മേ ബി സം ടൈം